തേനീച്ചക്കൂട് പോലെയുള്ള ശവക്കല്ലറകൾ. ഇതങ്ങനെ ആവണം ബീഹൈവ് ടോംസ് എന്ന് പറയുന്നത്. ശരിക്കും ഈ ഒമാൻ അക്രോസ് ഏജസ് എന്ന് പറയുന്ന ഒരു മ്യൂസിയം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മന എന്ന് പറയുന്ന സ്ഥലത്ത് നിസ്വയ്ക്കടുത്ത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അത് ഒമാനെ അറിയണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഒരു മസ്റ്റ് വാച്ചാണ് ഈ ഒരു ഒമാൻ അക്രോസ് ഏജസ് മ്യൂസിയം എന്ന് പറയുന്നത്. അത് 2 റിയാലാണ് അതിൻ്റെ എൻട്രി ഫീ. അവിടെ ഏകദേശം 235 മില്യൺ ഇയേഴ്സ് മുതൽ ഒമാൻ എങ്ങനെ ഫോം ചെയ്തു, ഒമാൻ്റെ റോക്ക് ഫോർമേഷൻ, അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ ആദ്യമായിട്ടുണ്ടായിരുന്ന ജീവികൾ എന്തൊക്കെയാണ്, പിന്നെ എങ്ങനെയാണ് പോട്ടറി ഡെവലപ്പ് ചെയ്തത്, അതുപോലെ ഫലജ് സിസ്റ്റം, ഓർണമെൻറ്റ്സ്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ടിൽ ഇപ്പോഴത്തെ ഈ റിനൈസൻസ് പീരീഡ് വരെ സുൽത്താൻ ഖാബൂസ് ബിൻ സയ്യിദ് അധികാരത്തിലേൽക്കുന്നതും അത് കഴിഞ്ഞുള്ള റിനൈസൻസും ഡെവലപ്മെൻറ്റ്സും എല്ലാം കാണിക്കുന്ന ഒമാൻ അക്രോസ് ഏജസ് മ്യൂസിയത്തിൽ പോയപ്പോഴാണ് 3rd BC ഒരു ഹാഫിദ് പീരീഡിൽ ഏതാണ്ട് 5000 വർഷം പഴക്കം തേനീച്ചക്കൂടിൻ്റെ ഷേപ്പ് പോലെയുള്ള ശവക്കല്ലറ ഒരെണ്ണം ഈ ഒമാൻ അക്രോസ് ഏജസ് മ്യൂസിയത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടപ്പം ഇത് എവിടെയായിരിക്കും ഒമാനിൽ എന്ന് അറിയണം, അത് നേരിട്ട് പോയി കാണണം എന്ന് തോന്നിയിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോഴാണ് മനസ്സിലായത് ദ ബാത്ത് അലൈൻ എന്ന് പറയുന്ന നിസ്വയിൽ നിന്നും പിന്നെയും 150 കിലോമീറ്റർ ദൂരത്തിൽ ഉള്ള സ്ഥലത്താണ്. അങ്ങനെ ഞങ്ങൾ ലൊക്കേഷൻ ഇട്ട് ഒരു ദിവസം ഉച്ചയ്ക്ക് ശേഷം മസ്കറ്റിൽ നിന്ന് ഇറങ്ങി. മസ്കറ്റിൽ നിന്ന് ഏകദേശം 2.25 മണിക്കൂർ യാത്രയുണ്ട്. ഗൂഗിള് മാപ്പ് ചെന്ന് എത്തിക്കുന്നത് ഒരു സ്ഥലത്താണ്. അവിടെ എത്തിയിട്ട് പിന്നെ 20 കിലോമീറ്ററോളം ഗ്രേഡഡ് റോഡാണ്. നമ്മൾ മാത്രമേ ഉള്ളൂ ആ ഒരു ഏരിയയിൽ. ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഒരു 5 കിലോമീറ്റർ പോയിട്ട് തിരിച്ചു വന്ന് മറ്റൊരു വഴി 40 കിലോമീറ്ററോളം ട്രാവൽ ചെയ്ത് സൺസെറ്റ് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. കാരണം ഞങ്ങൾ ഇത്രയും ദൂരം എക്സ്ട്രാ ട്രാവൽ ചെയ്യേണ്ടി വരുമെന്ന് ഓർത്തില്ല. അപ്പോൾ ഈ സ്ഥലം ഇത്രയും ദൂരം കഴിഞ്ഞിട്ട് കാണാൻ പറ്റുമോ, സൂര്യൻ അസ്തമിച്ചു പോകുമെന്നൊക്കെയുള്ളൊരു ഈ ഒമാൻ അക്രോസ് ഏജസ് മ്യൂസിയത്തിൽ കാണിച്ചിട്ടുള്ള ഈ ബീഹൈവ് ടോംബ് നമ്മൾ നേരിട്ട് കണ്ടു. അത് കണ്ടപ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ബോർഡുണ്ട്, ഇതൊരു ആർക്കിയോളജിക്കൽ സൈറ്റാണ്, യുനെസ്കോ ഈയിടെയല്ല കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് റെക്കഗ്നൈസ് ചെയ്തൊരു ആർക്കിയോളജിക്കൽ സൈറ്റാണിത്. നിരവധി ബീഹൈവ് ടോംസ് അവിടെ ഉണ്ട്. 1-2 എണ്ണമൊക്കെയാണ് ഒരു ഫുൾ ഫ്ലെഡ്ജായിട്ട് കാണുന്നത്. ബാക്കി കുറേയൊക്കെ ഇങ്ങനെ വിതേർഡായി പോയിട്ടുണ്ട്. അപ്പോൾ ഇത് മനസ്സിലാവുന്നത് പഴയ കാലത്ത് ഇവിടെ സിവിലൈസേഷൻ ഓഫ് മകാൻ എന്ന് വെച്ചാൽ ആ ഒരു കാലഘട്ടത്തിൽ ഇവിടെ ആൾക്കാരുണ്ടായിരുന്നതും ആ സമയത്ത് ആളുകളെ ബറി ചെയ്യാനായിട്ടുള്ളതാണെന്ന് പറയുന്നു. പക്ഷേ ഇന്ന് വരെയും ഒരു എവിഡൻസും ഇല്ല ഇതിനകത്ത് എന്തെങ്കിലും ഒരു ഹ്യൂമൻ പാർട്സ് കിട്ടിയതായിട്ടോ ഒന്നുമില്ല. അപ്പോൾ ഒരു പക്ഷേ ചിലവർ പറയുന്നത് വേർഷിപ്പിൻ്റെ പ്ലേസ് ആയിരിക്കാം, ചിലവർ പറയുന്നത് ലൊക്കേറ്റേഴ്സ് ആയിരിക്കാം, ഇന്ന സ്ഥലത്ത് താമസിക്കാനോ അല്ലാന്നുണ്ടെങ്കിൽ വാച്ച് ടവർ ആയിരിക്കാം. കാരണം മലയുടെ മുകളിലൊക്കെ ഈ ഒരു ബീഹൈവ് ടോം നമുക്ക് കാണാൻ പറ്റും. അല്ലെങ്കിൽ ഫുഡ് ഗ്രെയിൻസ് സൂക്ഷിക്കാനുള്ള സ്ഥലമായിരിക്കാം. അങ്ങനെ പലതരത്തിൽ വെബ്സൈറ്റിലും ഒക്കെ ഇങ്ങനെ നോക്കിയപ്പോൾ കാണുന്നു. എന്തായാലും 5000 വർഷം പഴക്കമുള്ള ഈ സ്ഥലത്തേക്കുള്ളൊരു ഡ്രൈവ് എന്ന് പറയുന്നത് നല്ല പ്രത്യേക വൈബാണ്. പിന്നെ കുറേ ദൂരം നമ്മൾ മാത്രമേ ഉള്ളൂ. അത് മാത്രമല്ല ഇത്രയും വർഷം പഴക്കമുള്ള സ്ഥലത്ത് ഇത്രയും ആൾക്കാരൊക്കെ താമസിച്ചിട്ടുണ്ടാവണം. ഇവിടെ നിന്നാണ് ഈ ഒരു ഒമാൻ്റെ ഫ്ലറിഷിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തത്. ഒരു ഒമാൻ്റെ ഹിസ്റ്റോറിക് അല്ലെങ്കിൽ കൾച്ചർ ട്രഡീഷനൊക്കെ നമ്മളിങ്ങനെ തൊട്ട് നമ്മൾ മാത്രമേ ഉള്ളൂ. നമ്മളീ പോയ 3 പേര് മാത്രമേ ഉള്ളായിരുന്നു. ഒരുപാട് ഏരിയയിൽ കംപ്ലീറ്റ്ലി ആരും ഇല്ലാത്തൊരു സ്ഥലമാണ്. ആ ഒരു വൈബാണ് അവിടെ. അങ്ങനെ സന്ധ്യ ആയതോടുകൂടെ ഞങ്ങൾ പതുക്കെ അവിടെ നിന്ന് തിരിച്ചു. പക്ഷേ ആ ഒരു വൈബ് അത്രയും ഇഷ്ടപ്പെട്ടതുകൊണ്ട് അടുത്ത ആഴ്ച വീണ്ടും ഞങ്ങൾ ഇതിൻ്റെ തൊട്ടടുത്തുള്ള ഇതുപോലെയുള്ള സ്ഥലങ്ങളൊക്കെ കാണാനായിട്ട് ഈ 240 കിലോമീറ്റേഴ്സ് വീണ്ടും ഞങ്ങൾ ഡ്രൈവ് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ സംതിങ് നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ ഒരു വൈബ്, ഒരു ഫീല് വരും. ഈ ഒരു പഴയത് ശവക്കല്ലറയാണോ, ഇതിനകത്തൊക്കെ എന്തായിരിക്കും മുമ്പ് സംഭവിച്ചത് എന്നൊക്കെ ഇങ്ങനെ ഓരോരോ ചിന്തകളും ആ ഒരു പ്രത്യേകം എന്തോ ഒരു സംതിങ് ഇൻ ദ മൈൻഡ് ഇങ്ങനെ നമ്മളിങ്ങനെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കും ഇവിടെ പോയി കഴിഞ്ഞാൽ എന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഒരു സൈറ്റ്. പ്രത്യേകിച്ച് ഇതിനകത്ത് അറകൾ മാത്രമേ കാണുന്നുള്ളൂ. അകത്തോട്ട് നോക്കുമ്പോൾ
വേറെ അങ്ങനെ ഒരു അറയായിട്ടാണ് കാണുന്നത്. പിന്നെ ഈ സ്റ്റോൺസ്, ഈ ഫ്ലാറ്റ് ആയിട്ടുള്ള സ്റ്റോൺസ് വെച്ചിട്ട് ഇങ്ങനെ ബിൽഡ് ചെയ്തിരിക്കുന്നു. അതാണ് അതിൻ്റെ ഒരു അകത്തെ വ്യൂ എന്ന് പറയുന്നത്. ഇത് ഏകദേശം പകുതിയോളം പോയിട്ടുണ്ട്. ഇതിൻ്റെ മറുവശത്തൊക്കെ വേലി ഇട്ടിട്ടുണ്ട്. ഒമാൻ ഹെറിറ്റേജ് മിനിസ്ട്രി അവിടെ വേലി, ഒരു കമ്പി വേലിയൊക്കെ കെട്ടിയിട്ടുണ്ട്. ഇത് പ്രിസർവ് ചെയ്യാനാവണം. സന്ധ്യ ആയി കഴിഞ്ഞൊന്ന് ഇരുട്ടി കഴിയുമ്പം വേറെ നമ്മുടെ മനസ്സിൻ്റെ ആയിരിക്കാം ഒരു പ്രത്യേക വൈബും ആണ് ആ ഒരു സ്ഥലം. എന്തായാലും ഇതുപോലെ ഞങ്ങൾ വേറെയും കുറച്ച് സ്ഥലങ്ങളൊക്കെ വിസിറ്റ് ചെയ്തിരുന്നു. അതിൻ്റെ വീഡിയോസ് വഴിയേ ഇടാം. എന്തായാലും ഫോളോ ചെയ്യുക പ്രവാസി കട്ട് ആൻഡ് ടോക്സ്.